ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു വരികയാണ്. വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നു. അശ്വതി, കൊച്ചിയിലെ ദേവാലയങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഏതൊക്കെ പുരോഹിതരാണ് നേതൃത്വം നൽകുന്നത്? ലിബീഷ്, നിലവിൽ കുരിശിന്റെ വഴി പ്രയാണങ്ങളാണ് വിവിധ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നുള്ള കുരിശിന്റെ വഴി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പമുള്ള സെന്റ് മേരീസ് ബസിലിക്ക, സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിലും വിവിധ ദുഃഖവെള്ളി ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂറാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവിടെ കുർബാന അർപ്പണങ്ങൾ പാടില്ല, മറ്റ് ചടങ്ങുകൾ നടത്താം എന്നതാണ് നിലവിലെ തീരുമാനം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും തുടരുകയാണ്. ഒപ്പം തന്നെ എറണാകുളത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മലയാറ്റൂർ പള്ളിയിലും ദുഃഖവെള്ളി പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം നടക്കുകയാണ്. അവിടെ വിവിധ വിശ്വാസികളെല്ലാം, അത് കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഒക്കെയുള്ള വിശ്വാസികൾ എത്തിച്ചേരുന്ന പള്ളിയാണ് മലയാറ്റൂർ പള്ളി. അവിടേക്ക് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകളുടെ ഒഴുക്കാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മലയാറ്റൂർ പള്ളിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയും സമാനമായ രീതിയിൽ മലയാറ്റൂർ പള്ളിയിലേക്ക് ആളുകൾ എത്തുകയാണ്. കുരിശിന്റെ വഴി, അവിടെ കുരിശ് ചുമന്ന മല കയറുകയാണ് വിശ്വാസികൾ. എറണാകുളത്തെ വിവിധ പള്ളികളിൽ സമാനമായ രീതിയിൽ കുരിശിന്റെ വഴി പ്രയാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വരാപ്പുഴ അതിരൂപതയുടെ പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് വൈകുന്നേരമാണ്. ഇന്ന് രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ കുരിശിന്റെ വഴിയാണ് നടക്കുന്നത്. മറ്റ് ചടങ്ങുകൾ, ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ വൈകുന്നേരമാണ് ഉണ്ടാവുക. ഈ ലത്തീൻ സഭയുടെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലായിരിക്കും ഇന്ന് വൈകുന്നേരത്തെ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. അതോടൊപ്പം തന്നെ യാക്കോബായ സഭ മെത്രാപ്പൊലിറ്റൻ ട്രസ്റ്റി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് എറണാകുളം തിരുവാങ്കുളം സെമിനാരിയിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭ കൊല്ലം ഭദ്രാസനാധിപൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുവല്ല വളഞ്ഞവട്ടം സെന്റ് മേരീസ് പള്ളിയിലാണ് ദുഃഖവെള്ളി ചടങ്ങുകളുടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ മലയാറ്റൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ കോട്ടയം കുടമാളൂർ സെന്റ് മേരീസ് പള്ളിയിലാണ് ഇന്ന് ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം സ്ഥലത്തിൽ, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഇവിടെ എറണാകുളത്തെ പരിപാടികളിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇവിടെ തന്നെ വേണം എന്ന ചില നിർദ്ദേശവും വിശ്വാസികളുടെ ഭാഗത്തു നിന്ന്, ആവശ്യവും വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായിരുന്നു. അത് രേഖാമൂലം തന്നെ എഴുതി നൽകിയിരുന്നു. എന്തായാലും സെന്റ് മേരീസ് ബസിലിക്കയിലും ഇത്തവണ പൂർണ്ണമായിട്ടും പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു എന്നതും വലിയ പ്രത്യേകതയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് എറണാകുളം ബസിലിക്കയിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. എന്തായാലും കുരിശിന്റെ വഴി വിവിധ പള്ളികളിൽ, വിവിധ അതിരൂപതകളിലും സഭകളിലും ഒക്കെയുള്ള പള്ളികളിൽ ഇന്ന് രാവിലെ തന്നെ കുരിശിന്റെ വഴി പ്രയാണമാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിബീഷ്. ശരി അശ്വതി, തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, തിരുവനന്തപുരത്ത് രാവിലെ തന്നെ പാളയം പള്ളിയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിച്ചിരുന്നു. നൂറുകണക്കിന് വിശ്വാസികൾ ആ കുരിശിന്റെ വഴിയിൽ പങ്കുചേരുന്നത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു. ഇപ്പോഴെങ്ങനെയാണ് കുരിശിന്റെ വഴി പുരോഗമിക്കുന്നത്? ലിബീഷ്, 7 മണിയോട് കൂടി തന്നെ പാളയം പള്ളിയിൽ നിന്നും ആരംഭിച്ച കുരിശ് യാത്ര ഇപ്പോൾ പള്ളിയിലേക്ക് തന്നെ തിരിച്ച് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരള യൂണിവേഴ്സിറ്റി വഴി സെൻട്രൽ സ്റ്റേഡിയം കറങ്ങി വിശ്വാസികളൊക്കെ തന്നെ തിരിച്ച് പള്ളിയിലേക്ക് എത്തുകയാണ്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ പാളയം പള്ളിയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ കുരിശ് യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ കുരിശ് മരണത്തിൻ്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഒക്കെ തന്നെ
തന്നെ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെ രാവിലെ പള്ളിയിൽ കൂടിയതിന് ശേഷമാണ് ഈ കുരിശ് യാത്ര പള്ളിയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വിവിധ പള്ളികളുടെയും സഭകളുടെയും നേതൃത്വത്തിൽ സംയുക്തമായാണ് ഒരു കുരിശുമല കയറ്റം സംഘടിപ്പിച്ചത്. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മലങ്കര കത്തോലിക്ക സഭയും അതുപോലെ തന്നെ സിറോ മലബാർ സഭയും ചേർന്നായിരുന്നു ഇത്തരത്തിലൊരു സംയുക്തമായി കുരിശുമല കയറ്റം നടത്തിയത്. എന്തായാലും നമുക്ക് അറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ ക്രിസ്തീയ വിശ്വാസികളൊക്കെ തന്നെ യേശുക്രിസ്തു അനുഭവിച്ച ഒരു പീഡാനുഭവ വാരത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ദുഃഖവെള്ളിയാണ്, നാളെ ദുഃഖശനിയാണ്, അതിനുശേഷം ഞായറാഴ്ച ഈസ്റ്ററാണ്. ഈസ്റ്ററോട് കൂടി തന്നെ ഇവർ പിടിച്ചിരുന്ന ആ ഒരു നൊയമ്പ് കാലത്തിന്റെ അവസാനം കൂടിയാണ്. കഴിഞ്ഞ 50 ദിവസങ്ങളായി ക്രിസ്തീയ വിശ്വാസികൾ ഒരു നൊയമ്പ് ആചരിക്കുകയായിരുന്നു. ആ നൊയമ്പിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ ആയിട്ട് ക്രിസ്തീയ വിശ്വാസികൾ ആചരിക്കുന്നത്. എന്തായാലും ഈ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതാടിസ്ഥാനത്തിൽ അവർ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ വിശ്വാസികളൊക്കെ തന്നെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിലും ഇത്തരത്തിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷകൾ നടക്കും. ഇന്നിപ്പോൾ കുരിശുമല കയറ്റത്തിന് മുമ്പ് തന്നെ മാർ തോമസ് തറയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിലും ഇത്തരത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ ദിവസവും അനുഭവിച്ചു വരുന്ന ഒരു സങ്കടങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മതത്തിന്റെയും അതുപോലെ തന്നെ വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്ന അടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്, അദ്ദേഹം ഈ ഭക്തജനങ്ങളെ അഭിസംബോധന ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കുരിശ് സാഹോദര്യത്തിന്റെ ശക്തിയാണ്, അതിനെ പരാജയപ്പെടുത്താൻ നോക്കിയാൽ നടക്കില്ല തുടങ്ങിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നിന്നുണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരം പാളയം പള്ളിയിൽ രാവിലെ തന്നെ നമ്മുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളായ ശശി തരൂരും അതുപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അവർ പള്ളിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ പള്ളിയിലേക്ക് ചെന്ന് അവസാനിക്കുന്ന കുരിശ് യാത്രയിൽ ഉടനീളം വിശ്വാസികൾക്ക് ഒപ്പം തന്നെയുണ്ട്. നമുക്ക് കാണാം, മുൻനിരയിൽ തന്നെ സ്ഥാനാർത്ഥികൾ ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ തന്നെ ഉണ്ടാവും. ഈ കുരിശ് നടത്തത്തിന് ശേഷം പ്രത്യേക ശുശ്രൂഷകൾ പള്ളിയിൽ ഉണ്ടാകും. പാളയം പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് തോമസ് ജെ നെറ്റോ ആയിരിക്കും നേതൃത്വം വഹിക്കുവാൻ. അതിരൂപത ആർച്ച് ബിഷപ്പാണ്. എന്തായാലും ഇപ്പോൾ പാളയം പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശ് യാത്ര തിരിച്ച് പള്ളിയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി തിരുവനന്തപുരം നഗരം ചുറ്റി ഇപ്പോൾ വീണ്ടും പാളയം പള്ളിയിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് റിയാസ് KMR ചേരുന്നു. റിയാസ്, മലബാർ മേഖലയിൽ കോഴിക്കോടൊക്കെ എങ്ങനെയാണ് ദുഃഖവെള്ളി ആചരണം പുരോഗമിക്കുന്നത്? കുരിശിന്റെ വഴി താമരശ്ശേരി ചുരത്തിൽ എപ്പോൾ ആരംഭിക്കും? ലിബീഷ, ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് രൂപത അധ്യക്ഷൻ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകുന്ന കുരിശിന്റെ വഴി പ്രയാണത്തിനിടയിലാണ്. ഇത് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച ഈ പ്രയാണം ഇപ്പോൾ കോഴിക്കോട് നഗരം ചുറ്റി CH ഓവർ ബ്രിഡ്ജ് വഴി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് അല്പം സമയത്തിനകം മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപത്തുള്ള സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് ഈ പ്രയാണം അവസാനിക്കുക. അതിനുശേഷമായിരിക്കും പിന്നീട് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾക്കുള്ള സന്ദേശം, ദുഃഖവെള്ളി ദിന സന്ദേശം നൽകുക. കൂടാതെ ലിബീഷ് ചോദിച്ചതുപോലെ വയനാടൻ ചുരത്തിൽ ആണ് പ്രധാനമായും കോഴിക്കോടിനെ സംബന്ധിച്ച് കുരിശിന്റെ വഴി പ്രയാണം നടക്കുന്നത്. യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും സഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും എല്ലാം ഓർമ്മ ആചരിച്ച് വിശ്വാസികൾ, 10,000-കണക്കിന് വിശ്വാസികൾ ഇന്ന് കുരിശിന്റെ വഴിയിലൂടെ നീങ്ങും. അത് വയനാട് ചുരത്തിൽ അടിവാരത്തുള്ള ഗസമൻ ഗ്രോട്ടോയിൽ നിന്നും തുടങ്ങി ലക്കിടി മൗണ്ട് സീനായ് ദേവാലയത്തിലേക്കാണ് അത് കടന്നു പോവുക. ആ 16 കിലോമീറ്റർ ദൂരമുള്ള കുരിശിന്റെ വഴി എന്ന് പറയുന്നത് ചെറു സംഘങ്ങളായിട്ടാണ് തുടങ്ങിയത്. അത് ഇപ്പോൾ പ്രയാണം, അതിന്റെ അഭിഷേക പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞ് രാവിലെ 8:30 ഫാദർ മാത്യു മണിയമ്പ്രയുടെ നേതൃത്വത്തിൽ പീഡാനുഭവ പ്രാർത്ഥന നടക്കുക. 9:30 മുൻ MLA KC റോസക്കുട്ടി സന്ദേശം നൽകും. തുടർന്നാണ് ഗസമൻ ഗ്രോട്ടോ ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടിയുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ ഈ കുരിശിന്റെ വഴി പ്രയാണം ആരംഭിക്കുക.
യേശുവും ഒപ്പം തന്നെ മാതാവും ഭക്തസ്ത്രീകളും തുടങ്ങിയവരാണ് ബൈബിളിലെ വേഷമണിഞ്ഞ് വിശ്വാസികൾ പരിഹാര യാത്രയ്ക്ക് മുൻപിൽ നീങ്ങുക. ഉച്ചയ്ക്ക് 1:30 ലക്കിടി മൗണ്ട് സീനായി ദേവാലയത്തിൽ ഈ പരിഹാര യാത്ര എത്തിച്ചേരുക. തുടർന്ന് ആണ് റവറന്റ് ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ വചന സന്ദേശം നൽകും. അത് കഴിഞ്ഞ് ശുശ്രൂഷയും ഉണ്ടാകും. കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി രാവിലെ 8 മണി മുതൽ ലക്കിടി ദേവാലയത്തിൽ നേർച്ചക്കഞ്ഞി വിതരണവും എല്ലാം ഉണ്ടാകും. മാത്രമല്ല വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ കുരിശിന്റെ വഴിയിൽ 16 കിലോമീറ്റർ ദൂരം നീങ്ങുന്ന വിശ്വാസികൾക്കായി മെഡിക്കൽ സഹായം ഉൾപ്പെടെ ഒരുക്കി നൽകാനുള്ള സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും കോഴിക്കോട് രൂപത അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ നയിക്കുന്ന ഈ കുരിശിന്റെ വഴി യാത്രയുടെ പ്രയാണം കോഴിക്കോട് നഗരം ചുറ്റി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലബീഷ്. ശരി റിയാസ്, സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ദുഃഖവെള്ളി ആചരണത്തിലാണ് വിശ്വാസികൾ. വിവിധയിടങ്ങളിൽ കുരിശിന്റെ വഴി പ്രയാണം നടന്നുവരുന്നു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ. കേരളത്തിലും വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ നടന്നു വരികയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ. കൊച്ചിയിൽ നിന്ന് ടി അശ്വതിയും തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രിയും കോഴിക്കോട് നിന്ന് റിയാസ് KMR വിവരങ്ങൾ നൽകിയത്.